കർണാടകയിലെ മാണ്ഡ്യ മേലുകോട്ടയിൽ അധ്യാപികയെ കൊന്ന് കുഴിച്ചിട്ട സംഭവത്തിൽ അറസ്റ്റിലായ യുവാവ് കൃത്യമായ പ്ലാനിങ്ങോടെയാണ് കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. വിവാഹിതയായ യുവതി അയൽവാസി യുവാവുമായി പ്രണയത്തിലാവുകയും ഈ വഴിവിട്ട ബന്ധത്തിലുണ്ടായ പാളിച്ചയുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സ്വകാര്യ സ്കൂൾ അധ്യാപികയായ ദീപിക വി ഗൌഡയാണ് കൊല്ലപ്പെട്ടത്. അധ്യാപികയുടെ നാട്ടുകാരനും സുഹൃത്തുമായ നിതീഷിനെയാണ് ബുധനാഴ്ച ഹോട്ട്സ്പോട്ടിൽ നിന്ന് പോലീസ് പിടികൂടിയത്. അധ്യാപികയ്ക്ക് 28 വയസ്സും നിതീഷിന് 22 വയസ്സും. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്നും പ്രതിയും അധ്യാപികയും തമ്മിലുള്ള സൗഹൃദത്തിൽ വിള്ളലുണ്ടായതാണ് കൊലപാതകത്തിന് കാരണമായതെന്നും പോലീസ് പറഞ്ഞു. മേലുകോട്ടെ യോഗ നരസിംഹ ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു ദീപികയുടെ മൃതദേഹം. ശനിയാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോയ ദീപിക വൈകിട്ടും വീട്ടിൽ തിരിച്ചു വരാതിരുന്നതോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് സ്കൂളിലേക്ക് പോയ ദീപിക ഉച്ചയ്ക്ക് 12 മണിയോടെ സ്കൂളിൽ നിന്ന് മടങ്ങിയെന്നായിരുന്നു വിവരം. എന്നാൽ ഇതിനുശേഷം യുവതി എവിടേക്കാണ് പോയതെന്ന് വ്യക്തമായിരുന്നില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് മേലുകോട്ടെ കുന്നിന് സമീപം അധ്യാപികയുടെ സ്കൂട്ടർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വീട്ടുകാരെ വിവരം അറിയിച്ച് ഇത് ദീപികയുടെ വാഹനമാണെന്ന് ഉറപ്പിച്ചു. പിന്നാലെ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും സൂചനയൊന്നും ലഭിച്ചില്ല. ഇതിനിടെ സംഭവ സ്ഥലത്തു നിന്ന് ഒരു വിനോദസഞ്ചാരി പകർത്തിയ വീഡിയോ ക്ലിപ്പ് പോലീസിന് കിട്ടിയിരുന്നു. സ്കൂട്ടർ കണ്ടെത്തിയ സ്ഥലത്ത് വെച്ച് ഒരു യുവതിയും യുവാവും വഴക്കിടുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇതു സംബന്ധിച്ച് അന്വേഷണം തുടരുന്നതിനിടയിലാണ് സമീപത്തെ ഒരിടത്ത് മണ്ണിളകിയ നിലയിൽ കണ്ടത്. ഇവിടെ നിന്ന് ദുർഗന്ധം വമിച്ചതും സംശയത്തിനിടയാക്കി. തുടർന്ന് ഇവിടെ മണ്ണു നീക്കി പരിശോധിച്ചതോടെയാണ് അധ്യാപികയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. ദീപികയെ കാണാനില്ലെന്ന പരാതി നൽകിയതിന് പിന്നാലെ സമീപവാസിയായ നിതീഷിനെ കുറിച്ചുള്ള വിവരം യുവതിയുടെ ഭർത്താവ് പോലീസിന് കൈമാറി. ദീപികയെ അവസാനം വിളിച്ചത് നിതീഷാണെന്നാണ് ഭർത്താവും കുടുംബവും പറഞ്ഞത്. തുടർന്ന് പോലീസ് ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇയാളെ കാണാനില്ലെന്ന് വ്യക്തമായി. പ്രതിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കൊല്ലപ്പെട്ട ദീപികയും പ്രതി നിതീഷും പാണ്ഡവപുര താലൂക്കിലെ മാണിക്യഹള്ളി നിവാസികളാണ്. ഭർത്താവിന്റെയും 7 വയസ്സുള്ള മകന്റെയും കൂടെയായിരുന്നു അധ്യാപികയായ ദീപികയുടെ താമസം. സമീപവാസികളായ നിതീഷും ദീപികയും തമ്മിൽ 2 വർഷമായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യം അറിഞ്ഞ ദീപികയുടെ കുടുംബം നിതീഷിന് താക്കീത് നൽകി. ദീപികയുമായുള്ള സൗഹൃദത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെ ദീപിക നിതീഷുമായി അകലം പാലിച്ചിരുന്നു. തുടർന്നാണ് പ്രതി യുവതിയെ കൊലപ്പെടുത്താനായി പദ്ധതി ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. സംഭവം നടന്ന ശനിയാഴ്ച നിതീഷിന്റെ പിറന്നാളായിരുന്നു. പിറന്നാൾ ആഘോഷിക്കാനെന്ന് പറഞ്ഞാണ് പ്രതി ദീപികയെ മേലുകോട്ടെ കുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസിന്റെ സംശയം. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ദീപിക അകലം പാലിച്ചതും ബന്ധം തുടരാതിരുന്നതുമാണ് തർക്കത്തിന് കാരണമായത്. ഇതിനു പിന്നാലെയാണ് പ്രതി യുവതിയെ കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം കുഴിച്ചിട്ട് സ്ഥലത്തുനിന്ന് കടന്നു കളഞ്ഞു.